ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ ഹെഡിങ് ആണ്, പേരാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ് എന്നറിയപ്പെടുന്നത്. ബ്രീച്ച് ചെയ്യാന്ന് വെച്ചാൽ മലയാളത്തിൽ ലംഘനം എന്നുള്ള അർത്ഥമാണ്. കരാറിനെ ലംഘിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. നമുക്കറിയാം കോൺട്രാക്റ്റിൽ രണ്ട് പേരുണ്ട് അല്ലേ? ഓഫറർ അല്ലെങ്കിൽ ഓഫറി, അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന മറ്റു പേരെന്താ, പ്രോമിസർ അല്ലെങ്കിൽ പ്രോമിസ്. ഇവരാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രണ്ടാളുകൾ, ടു പാർട്ടീസ്. ഈ രണ്ടാളുകൾക്കും സർട്ടൻ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ചില കടമകളും ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഓഫർ വെക്കുന്ന ആൾ പറയുന്നു, ഓഫർ പറയുന്നത് എൻ്റെ കാറ് ഞാൻ 50,000 രൂപയ്ക്ക് നിനക്ക് വിൽക്കാം. ഓഫറിയോട് പറയാണ്, ഓഫറായിട്ടുള്ള വ്യക്തി എൻ്റെ കയ്യിലുള്ള കാറ് ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, 50,000 രൂപയ്ക്ക് വിൽക്കാം. ഓക്കെ, 50,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, കാർ എന്ത് ചെയ്തു, വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇയാൾ പറഞ്ഞിരിക്കുന്നു, അയാൾ വാങ്ങാമെന്ന് ആദ്യം സമ്മതിച്ചു. പിന്നീട് എന്ത് ചെയ്തു, ഇത് രണ്ട് പേരുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നേരത്തെ കാർ വിൽക്കാമെന്ന് പറഞ്ഞ ഓഫറർ കാർ വിൽക്കുന്നതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ ഓഫറർ എന്ന വ്യക്തി അയാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മാറുന്നത്. ഹി ബ്രേക്സ് ഹിസ് ഒബ്ലിഗേഷൻ ഇൻ ദി കോൺട്രാക്ട്. ആ കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്നും അയാൾ പിന്മാറുന്നു. കാർ വിൽക്കാമെന്ന് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വിൽക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഹി ബ്രേക്സ് ഹിസ് ഒബ്ലിഗേഷൻ. ഓക്കെ, റെഡിയാണ്. അതുപോലെ തന്നെ ഇനി മറ്റേ കേസിൽ ഇനി എന്ത് ചെയ്യുന്നു, കാർ വാങ്ങാമെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ 50,000 രൂപയ്ക്ക്. ഇനി അയാൾ പറയാണ്, ഞാൻ ആ കാർ വാങ്ങുന്നതിൽ നിന്നും പിന്മാറുകയാണ്, എനിക്കിപ്പോൾ ആ കാർ വാങ്ങാൻ 50,000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കില്ല, ഞാൻ പിന്മാറുകയാണെന്ന് പറയുകയാണ്. അതിൽ നിന്ന് അയാൾ ഒഴിവാക്കുകയാണ്. ഈ ബ്രേക്കിംഗ് ഹിസ് പ്രോമിസ് ഓർ ഒബ്ലിഗേഷൻ. ഓഫർ എന്ത് ചെയ്യുന്നു, അയാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുന്നു, ഒഴിവാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തെ പറയുന്ന പേരാണെന്ത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത്, കരാറിനെ ലംഘിക്കുക എന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, കരാറുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ബോത്ത് ഓഫ് ദി പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട് ഹാവ് സം ഒബ്ലിഗേഷൻസ്. ബ്രേക്കിംഗ് ഓഫ് സച്ച് ഒബ്ലിഗേഷൻ വൺ ഓഫ് ദി പാർട്ടി. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു പാർട്ടി ആയാലും മതി, ഏതെങ്കിലും ഒരു പാർട്ടി കരാറുമായി ബന്ധപ്പെട്ട ആ ഉത്തരവാദിത്തത്തെ, ആ ഒബ്ലിഗേഷനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, അതാണ് പറയുന്നത്. എവറി കോൺട്രാക്ട് ഇമ്പോസസ്, ഓരോ കോൺട്രാക്റ്റും ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഒബ്ലിഗേഷൻ, സർട്ടൻ ഒബ്ലിഗേഷൻ, ചില ഉത്തരവാദിത്തങ്ങൾ ഓൺ ബോത്ത് ദി പാർട്ടീസ്. രണ്ട് പാർട്ടീസിലും, കരാറിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസിനും എന്ത് ചെയ്യുന്നുണ്ട്, കരാറുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒബ്ലിഗേഷൻസ് ഉണ്ട്. ടു പെർഫോം ദെയർ റെസ്പെക്റ്റീവ് പ്രോമിസസ്, അവരുടെ റെസ്പെക്റ്റീവായിട്ടുള്ള അവരെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്, കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾക്കുമുണ്ട്. കരാറിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസിനും അവരുടെ പ്രോമിസ്, അവരുടേതായ ചില പ്രോമിസുകളുണ്ട് കരാറുമായി ബന്ധപ്പെട്ട്, അത് ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. പിന്നെ when one of them, ഇനി ആ ബോത്ത് പാർട്ടീസിൽ, ആ രണ്ട് പേരിൽ ഏതെങ്കിലും ഒരാൾ ഫെയിൽസ്, പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കി കളയുകയാണെങ്കിൽ, ഓർ റിഫ്യൂസസ്, നിരാകരിക്കുകയാണെങ്കിൽ, ടു പെർഫോം ഹിസ് പ്രോമിസ്. ഈ രണ്ട് പാർട്ടീസിൽ ഏതെങ്കിലും ഒരാൾ പരാജയപ്പെടുകയോ നെഗ്ലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുക, എന്ത്, ടു പെർഫോം ഹിസ് പ്രോമിസ്, അയാളുടെ വാഗ്ദാനത്തെ നിറവേറ്റുന്നതിനെ അയാൾ നിരാകരിക്കുകയോ നെഗ്ലക്ട് ചെയ്യുകയോ അതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ ഇറ്റ് ഈസ് കോൾഡ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കമ്മിറ്റ്മെന്റ് ഓഫ് ദി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നതായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. മനസ്സിലായല്ലോ? കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുണ്ട്. ആ രണ്ട് വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്ത്, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി, കരാറിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കരാറുമായി ബന്ധപ്പെട്ട അയാളുടെ വാഗ്ദാനത്തെ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയോ അതിനെ നെഗ്ലക്ട് ചെയ്യുകയോ അതിനെ റിഫ്യൂസ് ചെയ്യുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ്. അപ്പൊ സിമ്പിളായി മനസ്സിലാക്കുക, കരാറിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ, അതിലേതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും, കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ, നിരാകരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കരാർ ലംഘനം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റെമഡീസ് ആണ്.
റെമഡീസ് എന്ന് വെച്ചാൽ എന്താണ്? പരിഹാരങ്ങൾ അല്ലേ? ഇങ്ങനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലൂടെ, ശ്രദ്ധിക്കുക, ഇങ്ങനെ കരാർ ലംഘനത്തിലൂടെ ഒരു കരാർ അവസാനിക്കുകയാണെങ്കിൽ, എന്താണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ? ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ബ്രീച്ച് ചെയ്യുന്ന, കരാറിനെ ലംഘിക്കുന്ന വ്യക്തിയെ പറയുന്ന പേരാണെന്ത്? ഡിഫോൾട്ടിംഗ് പാർട്ടി. വീഴ്ച വരുത്തുന്ന വ്യക്തി ഡിഫോൾട്ടിംഗ് പാർട്ടി എന്ന് പറയും. ഇങ്ങനെ ഡിഫോൾട്ട് നടത്തിയത് കൊണ്ട്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടത്തിയത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ച വ്യക്തിയെ പറയുന്ന പേരാണ് ഇൻജേർഡ് പാർട്ടി. എന്താണ്? ഇൻജേർഡ് പാർട്ടി. നഷ്ടം സംഭവിച്ച വ്യക്തിയാണ് ഇൻജേർഡ് പാർട്ടി. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, കരാർ ലംഘിച്ച വ്യക്തി ആരാണ്? ഡിഫോൾട്ടിംഗ് പാർട്ടി. കരാർ ലംഘനം കാരണം നഷ്ടമുണ്ടായ വ്യക്തി ആരാണ്? ഇൻജേർഡ് പാർട്ടി. ഇനി നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇൻജേർഡ് പാർട്ടിക്ക് നഷ്ടം സംഭവിച്ച, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലൂടെ നഷ്ടം സംഭവിച്ച ഇൻജേർഡ് പാർട്ടിക്ക് എന്തെല്ലാം റെമഡീസ് ആണുള്ളത്, എന്തെല്ലാം പരിഹാരങ്ങളാണുള്ളത് ഇങ്ങനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഉണ്ടായാൽ? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത് റിസിഷൻ ഓഫ് ദി കോൺട്രാക്ട്. റിസിഷൻ കരാർ റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറയും. കരാറിനെ റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക, കരാറിന് അവസാനം കുറിക്കുക. ഓക്കെ, ക്യാൻസൽ ദി കോൺട്രാക്ട്, പുട്ടിംഗ് ആൻ എൻഡ് ടു ദി കോൺട്രാക്ട്, കരാറിന് അവസാനം കുറിക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ കേസ് ബ്രീച്ച് നടന്നു, കരാർ ലംഘനം നടന്നു, ഒരു പാർട്ടി എന്ത് ചെയ്തു? കരാർ ലംഘിച്ചു. ഒരു പാർട്ടി അയാൾ ചെയ്യേണ്ടതായിട്ട് ചില ഒബ്ലിഗേഷൻസ് ബ്രേക്ക് ചെയ്തു. ആ ഒബ്ലിഗേഷൻസ് അയാൾ പെർഫോം ചെയ്തില്ല. നോൺ പെർഫോമൻസ് ഓഫ് ദി ഒബ്ലിഗേഷൻ. വെൻ വൺ ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടി ഡസ് നോട്ട് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ അയാൾ ചെയ്തില്ല എങ്കിൽ ദ കോൺട്രാക്ട് വിൽ ബിക്കം ബ്രീച്ച്. കോൺട്രാക്ട് ലംഘിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ കരാർ ലംഘിച്ചു കഴിഞ്ഞാൽ ദ ഇൻജേർഡ് പാർട്ടി, അതിൽ നഷ്ടമുണ്ടായിട്ടുള്ള വ്യക്തി, അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹി ക്യാൻ ക്യാൻസൽ ദി കോൺട്രാക്ട്. അയാൾക്ക് എന്ത് ചെയ്യാം? കരാറിനെ ക്യാൻസൽ ചെയ്യാം. ഓർ റിവോക്ക് ദി കോൺട്രാക്ട്. റിവോക്കേഷൻ നടത്താം, കരാറിനെ റദ്ദ് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, റിവോക്കേഷൻ നടത്താം, ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ കരാറിന് അവസാനം കുറിക്കുവാൻ സാധിക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് എനി ലോസസ്, എന്തെങ്കിലും നഷ്ടമുണ്ടായി എന്ന് കരുതുക. അങ്ങനെ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ഈ ആസ് പെർ ദി സെക്ഷൻ 75 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 75 പ്രകാരം he can write compensation for damages. ആ നഷ്ടത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങാനുള്ള റൈറ്റ് എന്ന് ആർക്കുണ്ട്? ഈ വ്യക്തിക്കുണ്ട്, ഇൻജേർഡ് പാർട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ റെമഡിയിലേക്ക് പോകാം. ഒന്നാമത്തെ എന്താ? ഇൻജേർഡ് പാർട്ടിക്ക് കരാർ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്യൂട്ട് ഫോർ ഡാമേജസ്. ഓക്കെ, സ്യൂട്ട് ഫോർ ഡാമേജ്, നഷ്ടങ്ങൾ, എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം ക്ലെയിം ചെയ്യാൻ, അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും ആർക്ക്? ഇൻജേർഡ് പാർട്ടിക്ക്. ദ ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം. ഇൻജേർഡ് പാർട്ടിക്ക് ക്ലെയിം ഉണ്ട്, അവകാശമുണ്ട്, നേടിയെടുക്കാൻ. ദ ഡാമേജസ്, ക്ലെയിം ഡാമേജസ്, അതായത് നഷ്ടപരിഹാരം നേടാൻ ഫ്രം ദി അതർ പാർട്ടി. ഡിഫോൾട്ടിംഗ് പാർട്ടിയിൽ നിന്നും ഇൻജേർഡ് പാർട്ടിക്ക് നഷ്ടപരിഹാരം നേടിയെടുക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം, അയാൾക്ക് ക്ലെയിം ചെയ്യാം. എനിക്ക് നിങ്ങൾ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിലൂടെ എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡാമേജ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻജേർഡ് പാർട്ടിക്ക്, ഡിഫോൾട്ടിംഗ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? ഡിഫോൾട്ടിംഗ് പാർട്ടിയോട് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഡാമേജസ് ഉണ്ടെങ്കിൽ അതിന്. പിന്നെ മോണിറ്ററി കോമ്പൻസേഷൻ ആണ് കൊടുക്കുക. പണപരമായിട്ടുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരമാണ് എന്ത് ചെയ്യാൻ കൊടുക്കുക. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലൂടെ, കരാർ ലംഘിച്ചതിലൂടെ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം മോണിറ്ററി ആയിട്ടാണ്, പണപരമായിട്ടാണ് എന്ത് ചെയ്യാൻ നികത്തുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ ഡാമേജസിന് തന്നെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ നോക്കാം. കൈൻഡ്സ് ഓഫ് ഡാമേജസ്, രണ്ടാമത്തെ സ്യൂട്ട് ഫോർ ഡാമേജസിലെ സബ് വരുന്നതാണ് കൈൻഡ്സ് ഓഫ് ഡാമേജസ്. അതിൽ ഒന്നാമത്തതാണ് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. ഓക്കെ, അതിൽ പറയുന്നു it is the damages suffered direct loss or suffered by the aggrieved party through direct or natural loss.
സ്വാഭാവികമായിട്ട് ഒരു കരാർ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ടും ഉണ്ടാകുന്ന നഷ്ടങ്ങളെ പറയുന്ന പേരാണ് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. ഒരു കരാറിൽ ഏർപ്പെടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന നഷ്ടമാണ് ഏത്? ഈ പറയുന്ന ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ്. ഡയറക്റ്റ് ഓർ നാച്ചുറൽ ലോസ് സഫേർഡ് ബൈ ദി എഗ്രീവ്ഡ് പാർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, ഈ ജനറൽ ഡാമേജസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ലോസ് കോമ്പൻസേഷൻ കൊടുക്കണം. ഈ ഡാമേജിന് കോമ്പൻസേഷൻ കൊടുക്കണം. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ കോൺട്രാക്ട് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വ്യക്തി 10 ടേബിൾ ഫാൻ വാങ്ങുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു 10,000 രൂപയ്ക്ക്. ഓക്കെ, ടേബിൾ ഫാൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു കടക്കാരനുമായിട്ട് ഫാൻ കിട്ടുന്ന കടക്കാരനുമായി 10,000 രൂപയ്ക്ക് കരാറിൽ ഏർപ്പെട്ടു. 10 ഫാൻ വാങ്ങുന്നതിന് ഒരു ഫാൻ 10,000 രൂപയ്ക്ക്. പക്ഷെ എന്ത് ചെയ്തു? ആ വ്യക്തി എന്ത് ചെയ്തു? കടക്കാരനല്ല, ആ വ്യക്തി ഫാൻ വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തി എന്ത് ചെയ്തു? മാർക്കറ്റിൽ നിന്ന് 7,500 രൂപയ്ക്ക് എന്ത് ചെയ്തു? 7,500 രൂപയ്ക്ക് ഫാൻ വാങ്ങി വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കടക്കാരന് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ട സംഖ്യ എത്രയെന്ന് വെച്ചാൽ 10,000 മൈനസ് എത്ര രൂപയ്ക്കാണ് മാർക്കറ്റിൽ നിന്ന് ഫാൻ വാങ്ങിയത്? 7,500. 10,000 മൈനസ് 7,500, 2,500 ആണ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. The compensation as per the general damages is the difference between contract price and market price. Contract price 10,000 രൂപയാണ്, പക്ഷേ അയാൾ മാർക്കറ്റിൽ നിന്ന് ഫാൻ വാങ്ങിയത് 7,500 ആണ്. അങ്ങനെയാണെങ്കിൽ 10,000 മൈനസ് 7,500 എത്രയാണ്? 2,500. അതാണ് ആ കടക്കാരന് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് നോക്കാം, സ്പെഷ്യൽ ഡാമേജസ്. ഓക്കെ, സ്പെഷ്യൽ ഡാമേജസ് എന്ന് വെച്ചാൽ ഓർഡിനറി അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഡാമേജസിന് പുറമെ, ജനറൽ ആയിട്ടുള്ള ഡാമേജസ് ഉണ്ട്, അതിന് പുറമെ ആയിട്ട് എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഡാമേജസ് വരികയാണെങ്കിൽ അതാണ് സ്പെഷ്യൽ ഡാമേജസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കുറച്ച് തുണിത്തരങ്ങളും ക്രാഫ്റ്റ് ഐറ്റംസും എന്ത് ചെയ്തു? ഒരു ഫെസ്റ്റിവലിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചു. ഓക്കെ, ഒരു പാർസൽ സ്ഥാപനത്തെ ഏൽപ്പിച്ചു എന്ന് കരുതുക. അപ്പോൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു, കൊറിയർ പാർസലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെസ്റ്റിവലിന് സമയമുണ്ട്, ആ സമയത്ത് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർസൽ കമ്പനി പറഞ്ഞു എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു? ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡ്രസ്സുകളും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവിടേക്ക് എത്തുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2 ലോസാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് കൃത്യസമയത്ത് അവിടേക്ക് ഈ സാധനം എത്തിക്കാത്തത് കൊണ്ട് ഉള്ളൊരു ലോസ്. രണ്ടാമത്തത്, ഇങ്ങനെ ഈ സാധനം എത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്ന അധികമായ പ്രോഫിറ്റ് കിട്ടുമായിരുന്ന ആ പ്രോഫിറ്റ് ലോസ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ അഡീഷണൽ ലോസ് വരും. അപ്പോൾ ആ ലോസ് എന്ത് ചെയ്തിരിക്കണം? നേരത്തെ കോൺട്രാക്റ്റിൽ പ്രതിപാദിച്ചിരിക്കണം. ഇങ്ങനെ സ്പെഷ്യൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടി മീറ്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്തിരിക്കണം? പ്രത്യേകം കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. അതാണ് സ്പെഷ്യൽ ഡാമേജസ്, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പിന്നെ പറയുന്നത് മൂന്നാമത്തെ, എക്സംപ്ലറി പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. അതായത് ഇവിടെ ഡാമേജസ് നഷ്ടപരിഹാരം മേടിക്കുന്നത് ആ നഷ്ടത്തെ നികത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല, പകരം ഡിഫോൾട്ടിംഗ് പാർട്ടി, അല്ലെ, കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത വ്യക്തി, അയാൾക്കുള്ള ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രാഫിക് പോലീസുകാരൊക്കെ നമ്മൾ എന്തെങ്കിലും കേസ് ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് പണം വാങ്ങാറുണ്ട്, അല്ലെ? അവര് പിഴ അടപ്പിക്കാറുണ്ട്, ഫൈൻ അടപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നിയമപ്രകാരം ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യണമായിരുന്നു, ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അതുകൊണ്ട് പോലീസ് നമ്മളെ എന്ത് ചെയ്തു? പിടിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നിയമപ്രകാരം നമുക്കുള്ള ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പിഴ ഈടാക്കുന്നത്, പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ഡിഫോൾട്ടിംഗ് പാർട്ടിയിൽ നിന്നും നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമല്ല, പകരം ഡിഫോൾട്ടിംഗ് പാർട്ടി വരുത്തിയ ആ തെറ്റ്, ആ വീഴ്ചയ്ക്ക് ശിക്ഷയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ
പറയുന്ന ഡാമേജസ് അതിനുള്ള കോമ്പൻസേഷൻ മേടിക്കുന്നത്. മനസ്സിലായോ? ഡിഫാൾട്ടിംഗ് പാർട്ടി കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു, റദ്ദാക്കി, അതിലൂടെ എഗ്രീവ്ഡ് പാർട്ടിക്ക് നഷ്ടമുണ്ടായി, അതുകൊണ്ട് തന്നെ ആ നഷ്ടം നികത്തിയെടുക്കണം, അതൊരു ഉദ്ദേശമാണ്. പക്ഷേ എക്സംപ്ലറി പ്യൂണിറ്റീവ് വിൻഡിക്റ്റീവ് ഡാമേജസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിഫാൾട്ടിംഗ് പാർട്ടി ഒരു തെറ്റ് വരുത്തിയത് കൊണ്ട് അയാൾക്കുള്ള പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ് അയാൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുന്നത്. വിത്ത് എ വ്യൂ ടു പണിഷ് ദ ഡിഫാൾട്ടിംഗ് പാർട്ടി. ഓക്കെ, ആ രീതിയിലാണ്. ലാസ്റ്റ് വൺ, നോമിനൽ ഡാമേജസ്. കരാറുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ ഡാമേജസ് സംഭവിച്ചാൽ വലിയ സബ്സ്റ്റൻഷ്യൽ ലോസ് ഒന്നുമില്ല, വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാത്ത കേസാണ് ഇത് നോമിനൽ ഡാമേജ്. വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എഗ്രീവ്ഡ് പാർട്ടിക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ഡിഫാൾട്ടിംഗ് പാർട്ടിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അയാളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ തുക എന്ത് ചെയ്യും, ഡാമേജ് ആയിട്ട് മേടിക്കും. അതാണ് നോമിനൽ ഡാമേജസ്. കാര്യമായ നഷ്ടമൊന്നും ലോസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല, എഗ്രീവ്ഡ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഡിഫാൾട്ടിംഗ് പാർട്ടി വരുത്തിയ തെറ്റുണ്ടല്ലോ, അപ്പൊ ആ തെറ്റിന് അയാൾക്കുള്ള ശിക്ഷയായിട്ടല്ല, പകരം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റൈറ്റ് എഗ്രീവ്ഡ് പാർട്ടിക്ക് ഉണ്ട്. എന്ത് റൈറ്റ്? എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അതിന് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന്, എഗ്രീവ്ഡ് പാർട്ടിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുന്നു, ഒരു ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ളതാണ് നോമിനൽ ഡാമേജസ്. അത് ചെറിയ സംഖ്യയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്യൂട്ട് ഫോർ ഡാമേജസിലെ കൈൻഡ്സ് ഓഫ് ഡാമേജസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ നോക്കാം, സ്യൂട്ട് അപ്പ് ഓൺ ക്വാണ്ടം മെറിറ്റ്. സ്യൂട്ട് അപ്പ് ഓൺ ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: ആസ് മച്ച് ആസ് ഏൺഡ്, എത്രത്തോളമാണോ നേടിയത് അത്രയും. ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ, എത്രത്തോളം വർക്ക് തീർന്നിട്ടുണ്ടോ അതിനനുസരിച്ച് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് രണ്ട് വ്യക്തികൾ, അതിലൊരു വ്യക്തി എന്ത് ചെയ്തു, രണ്ട് വ്യക്തികളും പ്രോമിസ് ചെയ്തു ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അപ്പൊ കോൺട്രാക്ട് പ്രകാരമുള്ള പ്രവൃത്തി എന്ത് ചെയ്തു, ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടർ ഒരു വീട്ടുടമസ്ഥനും എന്ത് ചെയ്യുന്നു, കരാർ ഏർപ്പെടുന്നു. വീട് പണി തുടങ്ങി, അതിന്റെ സ്ട്രക്ചർ വർക്കൊക്കെ തുടങ്ങി എന്ത് ചെയ്തു, ഏകദേശമായി നിൽക്കുന്ന സമയത്ത്, ലിൻഡലൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, ആ വീട്ടുകാരൻ താങ്കളെ ഞാൻ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ടർ എത്ര വരെയാണോ ആ വീടിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്, എത്ര വരെയാണോ, എത്രത്തോളം, എത്ര ശതമാനം അയാൾ ആ വീടിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ടോ, അത്രത്തോളം പണിയുടെ കൂലി അയാൾക്ക് എന്ത് ചെയ്യണം, അത്രത്തോളം പണിയുടെ കൂലി, അതിനുള്ള ശമ്പളം, അതിനുള്ള പേയ്മെന്റ് അയാൾക്ക് കിട്ടേണ്ടത്. അതാണ് ക്വാണ്ടം മെറിറ്റ്. ആസ് മച്ച് ആസ് ഏൺഡ്, എത്രത്തോളമാണോ കിട്ടിയത് അത്രയും. ഇനി പ്രപ്പോർഷൻ ടു ദ വർക്ക് ഡൺ, എത്രത്തോളം വർക്ക് തീർന്നിട്ടുണ്ടോ അത്രയും, അതിനുള്ള പൈസ കിട്ടണം. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടന്നാലും, കരാർ ലംഘിക്കപ്പെട്ടു എന്ന് കരുതുക, കരാർ ലംഘിക്കപ്പെട്ടാലും ആ കരാർ പ്രകാരമുള്ള പ്രവൃത്തി കുറച്ചൊക്കെ ചെയ്തു തീർത്തിട്ടുണ്ടാവും, അതിനുള്ള പണം ആരാണോ ആ പ്രവൃത്തി ചെയ്തത് അയാൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതാണ് സ്യൂട്ട് അപ്പ് ഫോർ ക്വാണ്ടം മെറിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലെയിംസ് ഫോർ ക്വാണ്ടം മെറിറ്റ്, എന്തെല്ലാം കേസുകളിലാണ് ക്വാണ്ടം മെറിറ്റ് ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ പറയുന്നു, when a contract found void, ഒരു കോൺട്രാക്ട് വോയിഡ് ആയിട്ട് നമ്മൾ കണ്ടെത്തുകയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ, ടെക്നിക്കൽ റീസൺസ് മൂലം ഒരു കരാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വോയിഡ് ആയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വോയിഡ് ആയ കോൺട്രാക്ട് പ്രകാരം നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള പേയ്മെന്റ് കിട്ടണം. സംഗതി കോൺട്രാക്ട് വോയിഡ് ആയി, പക്ഷെ വോയിഡ് ആകുന്നതിന് മുന്നേ ആ കരാർ പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പേയ്മെന്റ് ആർക്ക് കിട്ടണം, ആ വ്യക്തിക്ക് കിട്ടേണ്ടതായി. രണ്ടാമത്, when a contract is divisible, ഒരു കോൺട്രാക്റ്റിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, വിഭജിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ, ഒരു കോൺട്രാക്റ്റിലെ പെർഫോമൻസിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ, എത്രത്തോളം ഭാഗമാണോ അയാൾ ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഡിവിഷനാണ്, എത്രത്തോളം ഭാഗമാണോ അയാൾ പെർഫോം ചെയ്തിട്ടുള്ളത്, കോൺട്രാക്ട് പെർഫോം ചെയ്തിട്ടുള്ളത്, അതിന്റെ പൈസ അയാൾ കിട്ടണം. പിന്നെ when something is done without any intention to do so gratuitously, എന്തെങ്കിലും ഒരു പ്രവൃത്തി സൗജന്യമല്ലാത്ത രീതിയിൽ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ അതിനെ എത്രത്തോളം അയാൾ ചെയ്തിട്ടുണ്ടോ അതിനെ പൈസ കിട്ടണം. അതായത് ഒരു വ്യക്തി
മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും സാധനങ്ങൾ നൽകുകയോ എന്തെങ്കിലും സേവനങ്ങൾ നൽകുകയോ ചെയ്തു വിത്ത് ദ ഇന്റൻഷൻ ഓഫ് റിസീവിംഗ് പേയ്മെന്റ്. ഈ കൊടുക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അയാൾക്ക് ഈ കൊടുത്ത സേവനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം? അയാൾക്ക് പണം തിരികെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തി പണം തിരികെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, പേയ്മെന്റ് തിരികെ കിട്ടണം, ക്യാഷ് തിരികെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ ചെയ്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആരാണോ ആ സാധനങ്ങളും സേവനങ്ങളും മേടിച്ചിട്ടുള്ളത്, ആ സർവീസ് എൻജോയ് ചെയ്തിട്ടുള്ളത്, അയാൾ അതിന്റെ പണം കൊടുക്കാൻ, എത്രത്തോളമാണോ അതിന്റെ പണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെടുന്നുണ്ട്. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സേവനം ചെയ്തു കൊടുത്തത് പണം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ ആ പണം അയാൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ when one party abandons or refuses to perform the contract. ശ്രദ്ധിക്കുക, ഒരു പാർട്ടി എന്ത് ചെയ്തു? ഒരു കരാർ പ്രകാരമുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗം അയാൾ എന്തെങ്കിലും ചെയ്തു, തുടർന്ന് അയാൾ ചെയ്തില്ല. അങ്ങനെ വിചാരിക്കുക, ഒരു കരാർ പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ഭാഗം അയാൾ ചെയ്തു, റിമൈനിങ് പോർഷൻ എന്ത് ചെയ്തില്ല, അയാൾ ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും അത് അബാൻഡൻ ചെയ്തു പോയി, കരാർ അബാൻഡൻ ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിനെ നിരാകരിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എത്രത്തോളമാണോ അയാൾ ചെയ്തിട്ടുള്ളത്, എത്ര ഭാഗമാണോ അയാൾ ചെയ്തിട്ടുള്ളത്, അതിനുള്ളത് അയാൾക്ക് കിട്ടേണ്ടതായിട്ട് ഉണ്ട്, പണം അയാൾക്ക് കിട്ടേണ്ടതായിട്ട്. പിന്നെ when an indivisible contract is performed badly, വിഭജിക്കാൻ സാധിക്കാത്ത ഒരു കരാർ, അതിനുള്ള കോൺട്രാക്റ്റിലെ പെർഫോമൻസ്, കോൺട്രാക്ട് പ്രകാരമുള്ള പ്രവൃത്തിയെ ഡിവിസിബിൾ അല്ല, ഇൻഡിവിസിബിൾ ആണ്, വിഭജിക്കാൻ സാധിക്കില്ല എങ്കിൽ, വിഭജിക്കാൻ സാധിക്കാത്ത ഒരു കോൺട്രാക്റ്റിലെ പ്രവൃത്തി വളരെ മോശമായ രീതിയിൽ ചെയ്തു തീർത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? മുഴുവൻ പണത്തിനും എന്ത് ചെയ്യാം? മുഴുവൻ എമൗണ്ടിനും, ആ കരാർ പ്രകാരമുള്ള മുഴുവൻ എമൗണ്ടിനും ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ കരാറിൽ ഏർപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യും? ആ ബാഡ് വർക്കിനുള്ള, അതായത് മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ആ ബാഡ് വർക്കിനുള്ള ഒരു പണം കഴിച്ചിട്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പണമാണ് കൊടുക്കുക. കാരണം കോൺട്രാക്ട് പ്രകാരമുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്ത പ്രവൃത്തി മോശമായിട്ടാണ് ചെയ്തത് എങ്കിൽ ആ ചെയ്ത പ്രവൃത്തിയുടെ പണം മുഴുവനും കൊടുക്കില്ല, പകരം എന്ത് ചെയ്യും? ഒരു നിശ്ചിത ഇത് ഡിഡക്ട് ചെയ്യും, കാരണം മോശമായി ചെയ്തത് കൊണ്ട്. ഓക്കെ. പിന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ഒരു നിശ്ചിത ഒരു പ്രത്യേക പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കേസ് കൊടുക്കും. ഇൻജേർഡ് പാർട്ടി ഡിഫോൾട്ടിംഗ് പാർട്ടിക്ക് എന്ത് ചെയ്യും? ഡിഫോൾട്ടിംഗ് പാർട്ടിക്കെതിരെ കോടതിയിൽ എന്ത് ചെയ്യും? ഒരു കേസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കരാർ പ്രകാരമുള്ള പ്രവൃത്തി ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നഷ്ടപരിഹാരം കൊണ്ടൊന്നും, നഷ്ടപരിഹാരം നൽകുന്നതിലൂടെ തീരുമാനമാകാത്ത സാഹചര്യങ്ങളാണ് ചില കോൺട്രാക്റ്റുകളിൽ ഉള്ളത് എങ്കിൽ എന്ത് ചെയ്യും? അവിടെ ആ കരാർ പ്രകാരമുള്ള പ്രവൃത്തി ചെയ്തു കൊടുക്കുവാൻ ഡിഫോൾട്ടിംഗ് പാർട്ടി ബാധ്യസ്ഥനാണ്. അതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്നറിയുന്നത്. ലാസ്റ്റ് വൺ, സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഇൻജങ്ഷൻ എന്ന് വെച്ചാൽ കോടതി ഓർഡറിലൂടെ നേടിയെടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻജേർഡ് പാർട്ടിക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലൂടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ആ ഇൻജേർഡ് പാർട്ടി കോടതിയെ സമീപിക്കുകയും ഡിഫോൾട്ടിംഗ് പാർട്ടിയായിട്ടുള്ള വ്യക്തിക്കെതിരെ ഇൻജങ്ഷൻ ഓർഡർ കൊണ്ടുവരികയും ചെയ്യും. ഇൻജങ്ഷൻ ഓർഡർ എന്ന് വെച്ചാൽ ഡിഫോൾട്ടിംഗ് പാർട്ടിക്ക് വീഴ്ച വരുത്തിയ വ്യക്തിക്ക് അയാളെ ചില പ്രവൃത്തികളിൽ നിന്നും, കരാറുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികളിൽ നിന്നും തടയുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, ഓർഡർ, ഇൻജങ്ഷൻ ഓർഡർ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തടയുക, ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്ന ഓർഡറാണ് ഇൻജങ്ഷൻ ഓർഡർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡിഫോൾട്ടിംഗ് പാർട്ടിക്കെതിരെ കോടതിയിൽ നിന്നും എഗ്രീഡ് പാർട്ടി നേടിയെടുക്കുന്ന ഒരു ഓർഡറാണ് കോർട്ട് ഓഫ് ഇൻജങ്ഷൻ, സ്യൂട്ട് ഓഫ് ഇൻജങ്ഷൻ. അതോടുകൂടി എന്ത് ചെയ്യും? ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്ത ഡിഫോൾട്ടിംഗ് പാർട്ടിക്ക് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും അയാൾ എന്ത് ചെയ്യും? തടയും, കോടതി ഉത്തരവ് പ്രകാരം. അതാണ്, ഇത്രയുമാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ്. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത റെമഡീസ്, റിസിഷൻ ഓഫ് കോൺട്രാക്ട്, രണ്ടാമത്തെ സ്യൂട്ട് ഫോർ ഡാമേജസ്, മൂന്നാമത്തെ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിയൻ, നാലാമത്തത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, അഞ്ചാമത്തത് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് റെമഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ